അറിയാമല്ലോ. ഞാൻ അച്ഛന്റെ ഒരേ ഒരു മോളാ. ഈ ഉത്തമൻ ചേട്ടൻ എന്റെ അച്ഛൻ പറയുന്നതേ കേൾക്കാവൂ. ഭാഗ്യവാനല്ലേ? ധൈര്യമായിട്ട് വാ കൊച്ചനെ. സത്യം ഇല്ലല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയണ്ടേ. വരൂ. ആ ഇവിടെ ഇല്ലേ, ഞാൻ ബാക്കിൽ ഇരിക്കുക. സൗകര്യങ്ങളൊക്കെ കുറവാ. അവൾക്ക് അമ്മയും അച്ഛനും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നറിയാലോ. ഇത്രയും പോലും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്. എന്റെ ഉന്നാരവൻ എന്നെ ആകെ മുക്കിക്കളഞ്ഞില്ലേ. ഇനിയിപ്പൊ എന്ത് കുളിര്. ഒരു സംശയം ചോദിച്ചോട്ടെ, പെണ്ണിന്റെ അച്ഛനിപ്പോ അവിടെ ഉണ്ട്? അതാ പിറ്റേസിലൊന്നില്ല. കല്യാണത്തിനെങ്കിലും വരുമോ? അതുണ്ടായിട്ട് വേണ്ടി വരാൻ. നീഞ്ചന്റെ കറങ്ങി നടക്കുന്ന ചെറിയ തന്നെ നാവിൽ വരുന്നത്. ഞാനൊന്നും കൊണ്ടുന്നില്ല. ഞാൻ ഞമ്മൾക്കാരായി പോയി. കാവി മുറിച്ച് തത്വം പോരാത്ത തന്റെ നാവിന്റെ ഇറങ്ങിപ്പോയത്. അശോകൻ ആരായിട്ടാ ചോദ്യം ചോദിച്ചത്? സാധാരണ മറ്റുള്ളവരുടെ പിതൃത്വത്തിൽ സംശയിക്കുന്നത് തന്തയ്ക്ക് ഉറക്കാത്തവന്മാരാ. ഓ പിന്നെ ഒരു കാര്യം പറയാം. മണയമ്മയുടെ ബന്ധുവായിട്ടല്ല, കരക്കാരനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദാമോദരൻ മുതലാളി വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുവേ. കരക്കാരുടെ മേലിലാസത്തിൽ പോക്കത്തരം കാണിക്കാറുണ്ടല്ലോ. ആട്ടിന്റെ ചെപ്പപ്പെട്ടിയാൻ നടക്കും. എന്നിട്ട് പെണ്ണിനെ വിളിച്ച് നേരെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി കല്യാണം അങ്ങ് കഴിച്ചുപോയി. ആരും വെറുതെ ഉമ്മാക്കി കാണിക്കരുത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിയൊന്നും പറയണ്ട. ഏതായാലും കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. ചെറുക്കന്റെ അമ്മ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്ന ചുമതല എന്നെ ഏൽപ്പിച്ചു. അവരെ കൂടെ അമ്മയാണല്ലോ. പെണ്ണിന് എത്ര പോലെ ആഭരണങ്ങൾ, കല്യാണം ഏത് ഹാളിൽ വെച്ചു. എന്തായാലും ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ വിധത്തിൽ ഇതൊക്കെ ചെയ്യാൻ നിങ്ങളെ കൊണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും അണ്ണാൻ കുഞ്ഞും തന്നാലായൊരു പ്രമാണമുണ്ടല്ലോ. ഒരു പണവിനെ സ്വർണ്ണം പോലും എനിക്ക് ആവശ്യമില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഒന്നും തരാൻ നിവൃത്തിയില്ലെങ്കിൽ ആൾക്കാരെ ഒരു തുറന്നു പറയട്ടെ. ശകുന്തളയ്ക്ക് ഞങ്ങൾ 50 പവന്റെ സ്വർണ്ണം ഈ സ്ഥലത്തെ ഏറ്റവും മികച്ച മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തും. അമ്പലത്തിൽ പാട്ട് പാടാൻ വന്ന എനിക്ക് ഇത് പറയാൻ എന്ത് അവകാശം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? അവകാശമുണ്ട്. ശകുന്തളയുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ പൊങ്ങച്ചം നിറഞ്ഞ കുത്തുവാക്കുകൾക്ക് മുമ്പിൽ തലകുലിച്ച് നിൽക്കുന്ന ഈ സ്ത്രീ എന്റെ അമ്മായിയാണ്. ശകുന്തളയുടെ അച്ഛൻ ആനന്ദക്കുറുപ്പിന്റെ ഒരേ ഒരു അനന്തരവനാണ് ഞാൻ. താമരമലി, നിങ്ങളെപ്പോലെ 10 മുതലാളിമാരെ വിലയ്ക്ക് മേടിക്കാൻ കഴിവുള്ള ആളാണ് എന്റെ അമ്മാവൻ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതി ഈ പെണ്ണുങ്ങളുടെ വിലക്കരയിലുണ്ടല്ലോ. എത്ര വലിയവരായാലും ശരി വലിച്ചാൽ താഴെയും.